ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുറച്ച് നാളുകളായിട്ട് ഇസ്ലാം മത വിശ്വാസികൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് തള്ളിമറിക്കാനാണ് പോലീസ് ശ്രമിക്കാറുള്ളത്. അത് എന്തിൻ്റെ പേരിലായിരുന്നാലും ഏതേത് സംഭവങ്ങളായിരുന്നാലും ശരി, നൂറുകണക്കിന് സംഭവങ്ങൾ നിരത്താൻ എനിക്ക് കഴിയും ഇതേ വിഷയത്തിൽ. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, എലത്തൂരില് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് അതിന് പെട്രോൾ ഒഴിച്ച് തീടാൻ വേണ്ടി കൊണ്ടുവരുന്നത് ആരെയാ? ഷഹീൻ ബാഗിൽ നിന്ന് ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന യുവാവിനെ. ഇയാളെ ഇവിടെ കൊണ്ടുവന്ന് ഷൊർണൂരില് കാരക്കാട് കോളനിയിൽ താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. ഇയാൾക്ക് 6 മൊബൈൽ ഫോണുകൾ കൊണ്ടുവന്ന് കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്നു. പുതിയ വസ്ത്രം, ചപ്പാത്തി, ഗ്രീൻ പീസ് കറികൾ, ഇതിന്റെ ഗൂഗിൾ മാപ്പ്, റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഗൂഗിൾ മാപ്പ്, എലത്തൂർ ട്രെയിനിലേക്കുള്ള ഗൂഗിൾ മാപ്പ്, എലത്തൂരിൽ എത്തുന്ന സമയം, അതിൻ്റെ അടുത്ത് തന്നെ പെട്രോൾ സ്റ്റേഷനുണ്ട്, ഏത് സമയത്താണ് തീ വയ്ക്കേണ്ടത്, എല്ലാം കൃത്യമായ രൂപത്തിൽ പഠിപ്പിച്ചു വിടുകയാണ്. എന്നിട്ട് ഒടുവിൽ അവനെ മാനസിക രോഗിയായി ചിത്രീകരിക്കാനായിരുന്നു നമ്മുടെ കേരള പോലീസിന് ധൃതി. മഹാരാഷ്ട്ര ATS അവനെ പിടിക്കുന്നു. തീവണ്ടിക്ക് തീവച്ച് 3 പേരുടെ ജീവൻ അപകടത്തിലാക്കിയ ശേഷം അവൻ രക്ഷപ്പെടുന്നു. അതേ തീവണ്ടിയിൽ തന്നെ ശരീരത്ത് ഭാഗികമായി പൊള്ളലേറ്റൊരു കണ്ണുവരെ നഷ്ടപ്പെട്ട ഈ യുവാവ് കണ്ണൂരിലെത്തുന്നു. കണ്ണൂരിൽ നിന്ന് പിന്നെ പല വാഹനങ്ങൾ മുഖേന അയാൾ മഹാരാഷ്ട്രയിലെത്തുന്നു. മഹാരാഷ്ട്രയിലെ ATSന്റെ ആന്റി ടെററിസം വിങ്ങിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം അവൻ എപ്പോഴാണോ ഏത് മൊബൈൽ ഫോൺ ഓൺ ചെയ്യുന്നത് എന്ന് സജീവമായി ഇവർ ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. അങ്ങനെ ഒരു വെളുപ്പിന് 2 മണി സമയം അതേ ദിവസം തന്നെ ഒരു ഫോൺ ഓൺ ആകുന്നു. അങ്ങനെ അവനെ ലൊക്കേറ്റ് ചെയ്യുന്നു. നോക്കിയപ്പോൾ അതൊരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റൽ മഹാരാഷ്ട്ര ATS വളയുകയും അങ്ങനെ അവനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലാണ് ഈ സംഭവം നടന്നത് എന്നതുകൊണ്ട് കേരള പോലീസിന് കൈമാറേണ്ടതുണ്ട് ഈ ദ്രോഹിയെ. അങ്ങനെ ഈ രാജ്യവിരുദ്ധനെയും കൊണ്ട് ഭീകരവാദിയെയും കൊണ്ടുവരുന്നത് ഏതൊക്കെ വണ്ടികളിലാണ്? ഇന്നോവ, ഫോർച്യൂണർ. കാരണം ഓരോ വണ്ടി, ഇവൻ കയറുന്ന വണ്ടികളൊക്കെ ഇവനില്ല, പിന്നെ നമ്മൾ പറയില്ലേ ഒരു തലയുണ്ടല്ലോ, എന്തായിരുന്നു, ജൂനിയർ മാൻഡ്രാക്കോ, അതുപോലെ ഇവൻ എത്തുന്നിടത്തൊക്കെ പ്രശ്നങ്ങളാണ്. എത്തി വണ്ടി കേടുവരുന്നു, അടുത്ത വണ്ടിയിലേക്ക് മാറ്റുന്നു, കയ്യിൽ വിലങ്ങ് പോലും ഇടാതെ അയാളെ സുഖവാസത്തിന് ട്രാവൽ ടൂർ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുവരികയാണ്. അതിനിടയിൽ 10 തവണയോളം ഇവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നത് DYSP ആണ്. NIAക്ക് നൽകുന്ന റിപ്പോർട്ടാണ്. എന്തിന്? ഇയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു, പറ്റിയില്ല, ഇയാളെ ഇവിടെ കൊണ്ടുവന്നെത്തിക്കുന്നു. ഇപ്പോൾ എന്തായി ആ കേസിൻ്റെ അപ്ഡേഷൻ? ഏതു മാധ്യമമാണ് ഈ അപ്ഡേറ്റ് ചെയ്ത് നമുക്കിത് എത്തിച്ചു തരിക? നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണിത്. അത് കഴിഞ്ഞപ്പോഴാണ് കാസർഗോഡ് ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് അവർ വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ബൈബിൾ, ആ ബൈബിള് കത്തിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച യുവാവിനെതിരെ പോലീസ് കേസെടുക്കുന്നത്. എരഞ്ഞിപ്പുഴ മുസ്തഫ എന്ന് സ്വയം വെളിപ്പെടുത്തിയ കാസർഗോഡ് സ്വദേശിക്കെതിരെയാണ് ബേഡകം പോലീസ് കേസെടുത്തത്. സ്വിറ്റ്സർലാൻഡിൽ ഖുർആൻ കത്തിച്ചതിനോടുള്ള പ്രതികാരം എന്നാണ് പ്രതി മുസ്തഫ ബൈബിൾ മേശപ്പുറത്ത് വെക്കുന്നത്. വീഡിയോയിൽ കാണാം. അതുകൊണ്ടാണത് ചെയ്തത് എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും പുൽക്കൂട് എടുത്തുകൊണ്ട് പോയി നശിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബൈബിൾ. എന്നിട്ട് എന്താ ചെയ്തത്? വീഡിയോ ചിത്രീകരിക്കുവാണ്. എന്നിട്ടത് പോസ്റ്റ് ചെയ്ത്, ഞാനാണിത് ചെയ്തത്, ഇന്നടത്താണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ അഡ്രസ്സ്, ഇതാണ് എൻ്റെ ഫോൺ നമ്പർ എന്ന് വരെ പറഞ്ഞ് നിയമത്തെ വെല്ലുവിളിക്കും വിധം ചെയ്യാൻ മടിയില്ല. ഒരു ഖുർആൻ അങ്ങനെ ചെയ്യാൻ ഇവന് ധൈര്യമുണ്ടാകുമോ? ഇവനൊരു ഇസ്ലാം മതവിശ്വാസിയാണെന്ന്, ഖുർആൻ മാത്രം മതി, ഞാൻ ഖുർആനിനെ മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ പറയുന്നുണ്ട്. ഇയാൾ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്ന ഗ്രന്ഥം അനുസരിച്ചിട്ട് ഇതൊന്നും ശരിയല്ലാത്തതാണ്, ബൈബിളാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഇതൊക്കെ എൻ്റെ വിശ്വാസത്തിന് നിരക്കാത്തതായതുകൊണ്ട് ഇവിടെ ഇത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു.
ആ വീഡിയോ കൃത്യമായിട്ട് അയാൾ തന്നെയാണ് ചിത്രീകരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ എത്തിക്കുന്നതും. അതിനെ തുടർന്ന് ബൈബിളിന്റെ പേജുകൾ മറിച്ച് അതിന് പുറത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. കത്തിക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഗ്യാസ് സ്റ്റൗ കത്തിച്ച ശേഷം അതിനു മുകളിൽ ബൈബിളിന്റെ പേജുകൾ കമിഴ്ത്തി വെച്ച് കത്തിക്കുകയായിരുന്നു. തീ പടർന്ന് പിടിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടെ ഇയാൾ എണ്ണയൊഴിച്ചു കൊടുക്കുന്നതും വീഡിയോയിൽ അയാൾ തന്നെ ചിത്രീകരിച്ചതാണ്. ഈ വീഡിയോയ്ക്കെതിരെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പ്രതിഷേധമറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതോടുകൂടിയാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരായത്. കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്താനുള്ള ബോധപൂർവമായ ശ്രമം പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി FIR-ൽ പറഞ്ഞപ്പോൾ അയാളെ മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ പോലീസ് വല്ലാതെ ധൃതി കാണിച്ചു. ക്രൈസ്തവ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടി വിശുദ്ധ ഗ്രന്ഥം അവഹേളനകരമാം വിധം കത്തിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തതോടുകൂടി പ്രതി മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ആ ക്രിസ്തുമസിന് സർക്കാർ ആശുപത്രിയിൽ സ്ഥാപിച്ചത്, കഴിഞ്ഞ ക്രിസ്മസ് അല്ല, അതിനു മുമ്പുള്ള ക്രിസ്മസിന് സർക്കാർ ആശുപത്രിയിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സ്ഥാപിച്ചിരുന്ന പുൽക്കൂടാണ് തകർത്ത കേസിലും അതിന് പ്രതി ഇയാൾ തന്നെയാണ്. എന്നിട്ട് ക്രിസ്ത്യാനികളുടെ മതവികാരം വ്രണപ്പെട്ടില്ല. അവരാരും ഒരു രൂപത്തിലുള്ള പ്രകോപനത്തിനും പോയില്ല. ഈ മുസ്തഫയുടെ വീട് വളയാൻ പോയിട്ടില്ല. അയാൾക്കെതിരെ എന്തെങ്കിലും രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുകയോ അയാളെ കൊല്ലണമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സമാധാനപരമായി അവർ ജീവിക്കുന്ന രാജ്യത്തൊരു നീതിയുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നിയമ സംവിധാനത്തെ അവർ ആശ്രയിക്കുകയുമാണ് ചെയ്തത്. ഈ രണ്ട് സംഭവങ്ങളും ഈ സാഹചര്യത്തിൽ ഇവിടെ പറയാൻ കാരണം മറന്നു പോകുന്ന ചില ആളുകളെ ചിലത് ഓർമ്മിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമല്ല. സമാനമായിട്ടുള്ള മറ്റൊരു സംഭവവും ഇന്നിപ്പോൾ നടന്നു കഴിഞ്ഞു. ഗുരുവായൂരില് തുളസിത്തറയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത ഒരു യുവാവിന്റെ വീഡിയോ വല്ലാതെ വൈറലായിരുന്നു. ഇനി അത് ഷെയർ ചെയ്താൽ കർശനമായ നടപടി ഉണ്ടാകും എന്ന് പോലീസ് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലെ പടിഞ്ഞാറേ നടയിൽ ഹോട്ടലിൽ നടത്തുന്ന ഒരു യുവാവാണ് ചെയ്തത്. അതിനെ തുളസിത്തറയെ അപമാനിച്ചുകൊണ്ടാണ് അയാളത് ചെയ്തത്. അതുകൊണ്ട് ആ വീഡിയോ ഇനി ഷെയർ ചെയ്യരുതെന്നും അവർ പറഞ്ഞു കഴിഞ്ഞു പോലീസ്. തുളസിത്തറയെ അയാൾ അപമാനിച്ചു. സാമൂഹിക വിരുദ്ധ പ്രവൃത്തി അയാൾ ചെയ്യുന്ന വീഡിയോ അയാൾ തന്നെയാണത് വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നത്. ഇതൊക്കെ എന്തുദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇയാളുടെ ഹോട്ടലിന്റെ അടുത്തുള്ള മറ്റൊരു സ്ഥാപനത്തിന്റെ തുളസിത്തറയാണ് ഇയാൾ അപമാനിച്ചത്. ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നും ഇയാൾ നടത്തുന്ന ഹോട്ടലിൽ ആരും കയറരുത് എന്നുമുള്ള കമന്റുകൾ രാത്രിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. എന്നാൽ തൃശൂർ സിറ്റി പോലീസ് പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവ് ഇങ്ങനെയാണ്: ഗുരുവായൂരിലുള്ള ഒരു യുവാവിന്റെ വീഡിയോ സമൂഹ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. അന്വേഷണത്തിൽ 25 വർഷത്തോളമായി ഈ യുവാവിന് മാനസിക വൈകല്യമുണ്ട് എന്നും അതിനുള്ള ചികിത്സയിലാണ് എന്നുമുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെട്ട സമൂഹ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നവർക്കും കർശനമായ നടപടികൾക്ക് വിധേയമാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് തൃശൂർ സിറ്റി പോലീസ് ഒരു ഉത്തരവ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ തുളസിത്തറയെ അപമാനിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ അത് ഷെയർ ചെയ്തവർക്കെതിരെ കേസെടുക്കും എന്ന ഭീഷണിയുമായി രംഗത്ത് വന്ന പോലീസിന്റെ രീതിയെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത്? വീഡിയോയിൽ കാണുന്ന ഹോട്ടൽ ഉടമ 25 വർഷമായി മാനസിക രോഗത്തിന് ചികിത്സയിലാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഹോട്ടൽ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മാനസിക രോഗിക്ക് കഴിയുന്നത് എന്നതൊരു ചോദ്യമല്ലേ? ഗുരുവായൂരിലുള്ള ഒരു യുവാവിന്റെ വീഡിയോ സമൂഹ സ്പർദ്ധ വളർത്തുന്ന അയാൾക്കത് ചെയ്യാം, അത് മാനസിക രോഗിയുടേതാണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയണം. ശരി, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ രാജ്യത്തിന്റെ നിയമമാണല്ലോ, അത് നമ്മൾ എല്ലാവരും അനുശാസിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. നമ്മളത് ചെയ്തേ പറ്റൂ, നമ്മൾ ആ നിയമങ്ങളെ മാനിക്കാം. അപ്പോഴും നമ്മുടെ ആകുലതകളും ചിന്തകളും വയ്ക്കാതെ പറ്റില്ല. 25 വർഷമായി മാനസിക വൈകല്യമുള്ളവൻ സ്വന്തമായി ഒരു ഹോട്ടൽ നടത്തുന്നു. പോയിന്റ് 1, ബിസിനസ് കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. 2, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. 3, റീൽസ് ഉണ്ടാക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു. ഇതുപോലെയുള്ള മാനസിക രോഗികളെയാണോ ഗുരുവായൂരിൽ ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന സ്ഥലത്ത് ബിസിനസ്സിന് വേണ്ടി വിട്ടിരിക്കുന്നത് എന്നതും ഒരു ചോദ്യമാണ്. ഇതിനൊക്കെ തൃശൂർ പോലീസിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ തന്നെ ആളുകൾ കമന്റ്സ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ഈ വാർത്ത വൈറലായതിന് പിന്നാലെ തുളസിത്തറയെ അപമാനിച്ചത് ചോദ്യം ചെയ്യുന്ന ഒരാളോട് ഈ വീഡിയോയിലെ യുവാവ് വാട്സാപ്പിൽ മാപ്പ് പറയുന്ന സ്ക്രീൻഷോട്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് അയാൾ അറിഞ്ഞോന്നറിയില്ല.
ആ തുളസിത്തറ നിൽക്കുന്ന ഹോട്ടൽ ഉടമയുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് താൻ ഇങ്ങനെ കാണിച്ചത് എന്നാണ് അയാൾ പറയുന്നത്. തുളസിത്തറയെ അപമാനിച്ചയാൾക്കെതിരെ യാതൊരു നിയമ നടപടിയും എടുക്കാതെ ആ പ്രവൃത്തി ചോദ്യം ചെയ്തവരെ കേസിൽ കൊടുക്കും എന്ന തൃശൂർ പോലീസിന്റെ നിലപാടിനെതിരെ ധാരാളം ആളുകൾ ആ പോസ്റ്റിന്റെ താഴെ തന്നെ കമന്റുകളിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാ. കാരണം എന്തും ആർക്കും ചെയ്യാം, ചോദ്യം ചെയ്യാൻ പാടില്ല. മറ്റെല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത അവഗണിച്ചപ്പോൾ ജനം TV മാത്രം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. കാരണം ഇതിന്റെ പേരിൽ എന്ത് തന്നെ ഭവിഷ്യത്ത് വന്നാലും ഇത് ജനങ്ങൾ അറിയേണ്ടതാണ് എന്ന് ജനം TV തീരുമാനിച്ചു. പടിഞ്ഞാറേ നടയിലുള്ള പാരഡൈസ് റെസ്റ്റോറന്റിന്റെ മുതലാളിയായ ഹക്കീം സമീപത്തുള്ള മറ്റൊരു സ്ഥാപനത്തിനു മുന്നിലെ തുളസിത്തറയിൽ മോശം പ്രവൃത്തി കാണിച്ചത് വിവാദമാകുന്നു. അദ്ദേഹത്തിന്റെ ഗുഹ്യഭാഗത്തുള്ള രോമം പറിച്ച് തുളസിത്തറയിൽ ഇടുന്നതിന്റെ CCTV ദൃശ്യമാണ് പുറത്തു വന്നത്. വീഡിയോ വൈറലായി. 25 വർഷത്തോളമായി ഹക്കീമിന് മാനസിക വൈകല്യമുണ്ട് എന്നും അതിനുള്ള ചികിത്സയിലാണ് എന്നുമുള്ള വിശദീകരണ പോസ്റ്റ് പോലീസിൻ്റെത് അയാളുടെ വീഡിയോയെക്കാളേറെ വൈറലായി. യുവാവിന്റെ വീഡിയോ സമൂഹ സ്പർദ്ധ വളർത്തുന്ന രൂപത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞ് പോലീസിന്റെ പോസ്റ്റാണ് നമുക്ക് ഈ പോസ്റ്റ് കിട്ടുന്നതിനേക്കാൾ വേഗത്തിൽ വൈറലായത്. എന്തുണ്ട് പറയാൻ ഇതിനൊക്കെ മറുപടി? നന്ദി.